ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ഛമ്മയെ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണ് ശ്രുതി. ആ സമയത്ത് അച്ഛൻ ജയിലിൽ കിടക്കുന്ന കാര്യം അച്ഛമ്മ ചോദിച്ചു. അതിന് നിനക്ക് നല്ല സങ്കടം ഉണ്ടല്ലോ. അത് പിന്നെ അച്ഛൻ്റെ പാർട്ട്നേഴ്സ് ചതിച്ചതാ എന്നൊക്കെ പറയുമ്പം എൻ്റെ 3 പേരക്കുട്ടികളും അവരുടെ ഭാര്യമാർക്കൊപ്പം സന്തോഷത്തോടെ ഇവിടെ കഴിയുന്നു. പിന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോഴേ രേവതിയുടെയും വർഷയുടെയും വീട്ടിൽ നിന്ന് അവരുടെ അമ്മമാരൊക്കെ ഇവിടെ വരാറുണ്ട്. പക്ഷേ നിൻ്റെ അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല എന്നൊക്കെ അച്ഛമ്മ പറയുമ്പം അച്ഛൻ ജയിലിൽ കിടക്കല്ലേ അച്ഛമ്മേ, അതിപ്പോഴല്ലേ, ഇതിനു മുൻപ് ഓരോ ഫംഗ്ഷനുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് വരാൻ കഴിയാത്തതിൻ്റെ കാരണം ഞാൻ നേരത്തെ തന്നെ എല്ലാവരോടും പറഞ്ഞിരുന്നല്ലോ അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിമോള്, നിൻ്റെ അച്ഛൻ ഇതുവരെ ഫോൺ വിളിച്ചിട്ട് പോലും ഇല്ലല്ലോ എന്നൊക്കെ അച്ഛമ്മ ഇങ്ങനെ പറയുമ്പോൾ മേക്ക് ഓവറൊക്കെ വേറെ ഏതാ വഴിക്ക് പോയി. നിൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരുമായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പം മിണ്ടാട്ടമില്ല, ഉത്തരം മുട്ടി നിൽക്കുക. എത്രാമത്തെ വയസ്സിലാണ് നിൻ്റെ അമ്മ മരിച്ചതെന്ന് ചോദിക്കുമ്പം അത് എനിക്ക് 14 വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിച്ചതെന്ന് ശ്രുതി പറയുക. ഓ പാവം, കഷ്ടമായിപ്പോയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഈ ഫോട്ടോ നിൻ്റെ കൈ കാണുമല്ലോ, എന്നെ ഒന്ന് കാണിച്ചേന്ന് അച്ഛമ്മ പറയുമ്പോഴത്തേക്ക് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പെടുത്തി. അമ്മേ, എൻ്റെ ദൈവമേ, താഴെ കിടന്ന മഴവെടുത്ത് കാലിലിട്ട പോലെ ആയല്ലോ, എവിടെയോ ഇരുന്ന് ഇവിടെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് വിനയായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ നിൽക്കുക. അച്ഛമ്മ ഇങ്ങനെ ഇരിക്കുക. ഫോട്ടോ കാണിക്കാൻ പറഞ്ഞു. അപ്പോഴും ഒരുക്കാൻ വേണ്ടിയുള്ള ധൃതിയില്ല. നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ പോലും നിൻ്റെ കയ്യിലില്ലേ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ അച്ഛമ്മ അത് പിന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിച്ചോണ്ട് നിൽക്കുക. മലേഷ്യയിൽ നിന്ന് വരുമ്പോൾ അച്ഛനോട് പിണങ്ങിയിട്ടാണ് ഞാൻ വന്നതേ, അതുകൊണ്ട് ഫോട്ടോസൊന്നും കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു. മരിച്ചു പോയ അമ്മയുടെ ഫോട്ടോ എങ്കിലും കയ്യിൽ കരുതേണ്ടതല്ലേ എന്ന് നേരം ശ്രുതി ചോദിച്ചു. അത് അമ്മയുടെ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് ഡിപ്രഷനാവും, അതുകൊണ്ട് ഞാൻ അതൊന്നും സൂക്ഷിക്കാറില്ല എന്ന് പറഞ്ഞു. അച്ഛൻ എന്ന് ചുമ്മാ ഇരുന്നേന്ന് പറഞ്ഞപ്പോൾ നീ അതിനെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചു കേട്ടോ. കാരണം കയ്യിൽ നിന്ന് പോയി ശ്രുതിക്കേ. അല്ല, ദേഷ്യപ്പെട്ടതല്ല അച്ഛമ്മേ, അതെ അച്ഛമ്മ മിണ്ടാതിരുന്നാലേ ലിപ്പിൽ ലിപ്സ്റ്റിക് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി ഒന്നും ഇട്ടേക്കരുത് കേട്ടോ, ഇച്ചിരി ഇടുള്ളൂ അച്ഛമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മയുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരിക്കാം. മിണ്ടാതിരിക്കാൻ ലിപ്സ്റ്റിക്ക് അച്ഛമ്മയുടെ ചുണ്ട് വഴി പുത്തുന്നത്. അപ്പോൾ നീ ഒന്ന് ഫോൺ ചെയ്തതാ, ഞാൻ അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അന്ന് കണ്ടതിൽ പിന്നെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല നിൻ്റെ ചെറിയച്ഛനെ, ഒന്ന് വിളിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ഇളയച്ഛൻ ഇപ്പോൾ ബിസി ആയിരിക്കും, വിളിച്ചാൽ ഫോണൊന്നും എടുക്കില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഒരു ദിവസം നമുക്ക് വിളിക്കാം അച്ഛമ്മയെന്ന് പറയുമ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പട്ടണപണി മുഴുവൻ അച്ഛമ്മ നോക്കി, അതിനേക്കാളും പട്ടണപണി ഇവളും നോക്കി അതിൽ നിന്ന് ഊരിപ്പോരാനായിട്ട്. അങ്ങനെ അച്ഛമ്മയെ ഒരുക്കി ഒരു പരുവത്തിലാക്കി, എന്നിട്ട് ആ കണ്ണാടിയുടെ മുന്നിൽ കൊണ്ടേ നിർത്തി. അന്നേരം അച്ഛമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നന്നായിട്ടില്ലേ അച്ഛമ്മയെ, സൂപ്പറായില്ലേ അച്ഛമ്മ, ഇപ്പോൾ വേറൊരാളായിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞ അച്ഛമ്മ ഇങ്ങനെ പറയാം. നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് അച്ഛമ്മ ശ്രുതിയോട് പറഞ്ഞു. ഈ ശ്രുതിയുടെ ചിരിയെന്ന് കാണണമായിരുന്നു. നമുക്കേ ഒരു സെൽഫി എടുത്താലോ അച്ഛമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മയുടെ സെൽഫി എടുപ്പിച്ചു. അങ്ങനെ അച്ഛമ്മ എന്നാൽ താഴേക്ക് ചെല്ലാൻ പറഞ്ഞ അച്ഛമ്മയെ പറഞ്ഞു വിട്ടു. സെൽഫിയൊക്കെ എടുത്ത് നമ്മുടെ ചേച്ചിപ്പണ്ണി ഇങ്ങനെ നിൽക്കുക അവിടെ. ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രവിയേട്ടൻ നല്ലൊരു അടിപൊളി ഷർട്ടും ഉണ്ടാക്കി കൊടുത്ത് ഇങ്ങ് വന്നില്ല. അപ്പോഴത്തേക്ക് ഇത് കണ്ട് ശ്രുതി അച്ഛാ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. എൻ്റെ ഈശ്വര, ഇത് എന്താ ഇത്, അച്ഛനിപ്പോൾ ഫ്രീക്കനായിട്ട് വരുവാണല്ലോ, എന്നെപ്പോലെ ഫ്രീക്കനൊക്കെയാ, പക്ഷെ നിന്നെപ്പോലെ അല്ല കേട്ടോ എന്ന് അച്ഛൻ പറയുമ്പം ശ്രുതിയേട്ടാ ഇതൊക്കെ നടുക്കി പെറുക്കി വെക്കാൻ കുടിക്കാൻ പറഞ്ഞ ശ്രീകാന്ത് തോന്നുന്നു. ഞാനോ ബിസിനസ് മാനായി ഞാനോ ഒന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതിയേട്ടൻ തന്നെ, നീ തന്നെ അങ്ങ് എടുത്ത് വെച്ചാൽ മതി. ഓ കഷ്ടം, അല്ല അച്ഛൻ നമ്മളൊക്കെ റെഡിയായല്ലോ, ബർത്ത്ഡേക്കാരി എവിടെയാണെന്ന് ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം വരുന്നത് നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് വർഷം കാണിച്ചു കൊടുക്കുന്നല്ലോ, ഒരുങ്ങി സെറ്റും ഉണ്ടാക്കി കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് അച്ഛമ്മ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ എല്ലാവരും അന്തം വിട്ടിങ്ങനെ അച്ഛമ്മയെ നോക്കുക. ഇതാരാ ഇത്, എൻ്റെ അമ്മ തന്നെയാണോ ഇത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ നേരത്തെ കണ്ട അച്ഛമ്മയാണിത്, ഒരു 15 വയസ്സ് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടുന്ന് എങ്കിലും നമ്മുടെ അച്ഛമ്മയുടെ 65ാം പിറന്നാൾ നമുക്ക് ആഘോഷിക്കാമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുമ്പോൾ രേവതി അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുക. രേവതി ഒരുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ രേവതിക്ക് ആകെ സങ്കടം. എൻ്റെ മേക്കപ്പ് കഴിഞ്ഞപ്പോഴാണ് അച്ഛമ്മ സുന്ദരി ആയത് അല്ലേ, എൻ്റെ മേക്കപ്പിൽ അച്ഛമ്മ സുന്ദരി ആയിട്ടില്ലേ എന്ന് ശ്രുതി എല്ലാവരോടും ചോദിക്കുമ്പം അച്ഛമ്മ അല്ലെങ്കിലും സുന്ദരി തന്നെയാരേ ശ്രുതി, ഈ മേക്കപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് രേവതി അന്നേരം ശ്രുതിയോട് പറഞ്ഞു. എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അച്ഛമ്മൻ ചിരിച്ചു. എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള ആ ഒരു മുഖം, അച്ഛമ്മയുടെ നല്ല മനസ്സേ, അതൊക്കെ ആ മുഖത്ത് കാണാൻ കേട്ടോ എന്ന് രേവതി പറയാം. എന്തൊരു ഐശ്വര്യം അച്ഛമ്മയെ കാണാനെന്നൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ പറയുമ്പം എൻ്റെ രേവതി മോള് പറഞ്ഞത് കേട്ടോ രവി എന്ന് അച്ഛമ്മ പറയുമ്പോൾ രേവതി മോള് പറഞ്ഞത് 100% ശരിയാ അമ്മേ, ഞാൻ കണ്ട ഒരേ ഒരു ദേവത എൻ്റെ അമ്മ തന്നെയാണെന്ന് രവി അന്നേരം അച്ഛമ്മയോട് പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ നിൽക്കുക. ശ്രുതിക്കൊന്നും ഇങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പം കണ്ടോടാ, ഇതാ മക്കളെ സ്നേഹിച്ച് വളർത്തിയാലുള്ള അമ്മമാരുടെ പുണ്യമെന്ന് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു. നാളെ നിങ്ങളും ഇതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന മക്കളെ സ്നേഹിക്കണം, വയസ്സാം കാലത്തെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു.
അല്ല അച്ഛമ്മേ, അച്ഛമ്മ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. അല്ല, അച്ഛൻ്റെ ഭാര്യ ദേവതയല്ലേ എൻ്റെ അമ്മ? ആ അല്ല, ഒരു ദേവത അച്ഛമ്മയാണെന്ന് പറഞ്ഞില്ലേ? അപ്പം ആൻറ്റി ദേവതയൊന്നും അല്ല എന്നും വർഷ ചാടിക്കയറി പറഞ്ഞു. അതെ, അച്ഛനിപ്പോൾ പറഞ്ഞതേ അമ്മ കേൾക്കാത്ത എന്തായാലും ഭാഗ്യമായിട്ടോ അച്ഛാ. അതുപോലെ നീ പറഞ്ഞതൊന്നും പറഞ്ഞു ശ്രീകാന്ത് അവിടെ നിന്ന് അങ്ങ് പോയി. ശ്രീകാന്ത് അങ്ങ് പോയപ്പോൾ എന്നും പറഞ്ഞു വർഷ എവിടെ നിൽക്കുക ഈ സമയത്ത്. എടാ ദേ, ഈ ദിവസം അവൻ പറഞ്ഞതിലും കാര്യമുണ്ടടാ. ഇത് മതി ചന്ദ്രയ്ക്ക് പിന്നെ മുഖം വീർപ്പിക്കാനായിട്ടെന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ അത് ശരി അമ്മ പറഞ്ഞതെന്ന് പറഞ്ഞു രവിയേട്ടനും. അല്ല, ലക്ഷ്മി ഒന്നും ഇതുവരെ വന്നില്ലല്ലോ, സമയമാവാറായല്ലോ. അവർക്കിപ്പോൾ വന്നോളൂ അമ്മയെന്ന് പറഞ്ഞു. അച്ഛമ്മയും ഡ്രസ്സൊക്കെ മാറ്റി അച്ഛമ്മ ഒരു ചുരിദാർ ഇട്ടാലേ നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞു. ഒന്ന് പോടി അവിടെ നിന്ന് പറഞ്ഞു വർഷയോട് അച്ഛമ്മ. അതിൽ നല്ല ജീൻസും ടീഷർട്ടും ആട്ടോ നല്ലതെന്ന് നമ്മുടെ സുധി. പോടെ അവിടുന്ന് എല്ലാവരും ചേർന്ന് നിന്നെ കളിയാക്കല്ലേ എന്ന് ചോദിച്ചാൽ അച്ഛമ്മ. നിന്റെ കെട്ടിയോള എൻ്റെ മുഖത്ത് എന്തൊക്കെയാണ് വാരി തേച്ചതെന്നൊക്കെ പറഞ്ഞു. എന്നെ ഇങ്ങനെ കണ്ട സച്ചിക്ക് എന്ത് തോന്നുന്നു എന്തോന്ന് അച്ഛൻ പറയുമ്പോൾ ഒരു ശക്ഷി എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. അന്നേരത്തേക്കും ശ്രുതിയും അല്ല അവനത് ഇത്ര നേരമായിട്ട് വരാത്തേന്ന് രവിയേട്ടൻ അന്നേരം ചോദിച്ചു കേട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുക. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അച്ഛമ്മ നേരെ രേവതിയോട് എന്ന് ചോദിച്ചു, മോളെ അവനെന്നാ വരാത്ത, അവനൊന്ന് വിളിച്ച് നോക്കാൻ. അപ്പം ഞാൻ വിളിക്കാമെന്നും പറഞ്ഞു ഫോൺ എടുത്ത് രേവതി വിളിച്ചു. പക്ഷേ കിട്ടുന്നില്ല, സച്ചി ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അതേ നമ്മുടെ ഈച്ച പറഞ്ഞു, എടാ നീ ഇങ്ങനെ ഫോൺ എടുക്കാതിരുന്നിട്ട് എന്താ കാര്യം, നീ ഫോൺ എടുക്കാൻ പറഞ്ഞു. അവൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പോവുക. അപ്പോൾ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഫോൺ എടുക്കാനും സംസാരിക്കാനും പറ്റിയൊരു നിലയിലാണെങ്കിലല്ലേ അവൻ ഫോൺ എടുക്കത്തുള്ളൂ. എവിടെയെങ്കിലും വെള്ളം അടിച്ച് ബോധം കെട്ട് കിടക്കുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ ശ്രുതിയും കൂടെ കളിയാക്കുക. ബർത്ത്ഡേ പാർട്ടി പുറത്ത് ആഘോഷിച്ച് കാണുമെന്നും പറഞ്ഞു. അപ്പോൾ വായിക്ക് തോന്നിയത് ചുമ്മാ വിളിച്ച് പറയാൻ നിൽക്കരുത്, അദ്ദേഹം ട്രിപ്പ് പോയിരിക്കുകയാണെന്ന് രേവതി അന്നേരം പറഞ്ഞു. എന്ത് ട്രിപ്പ്? അച്ഛമ്മയുടെ ബർത്ത്ഡേ ഫംഗ്ഷനേക്കാളും വലുതാണ് അവൻ്റെ ഈ ജോലി എന്ന് ശ്രുതി ചോദിക്കാം. ഒരു വലിയ ബിസിനസ്മാനായിട്ടുള്ള ഞാനിവിടെ ഉണ്ടല്ലോ, പിന്നെ ഡ്രൈവറായി അവനിവിടെ നിന്നാൽ എന്താണെന്ന് ചോദിച്ച് ശ്രുതി നിന്ന് അങ്ങ് കിളച്ചോണ്ടിരിക്കുക. ആഘോഷം വേണ്ട, ഒന്നും വേണ്ട എന്ന് അച്ഛമ്മ. കണ്ടില്ലേ, നല്ലൊരു ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആദ്യ പിടിപ്പിക്കുകയാണെന്ന് അച്ഛമ്മ പറയുമ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ ആവശ്യമില്ലാതെ ആദ്യ പിടിക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു രവി. അപ്പോൾ അവനിത് എവിടെ പോയതാണെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ ഇവിടെ ഇരുന്ന് അവനിപ്പോൾ വരുമെന്നും പറഞ്ഞു രവിയേട്ടൻ ഒരു വിധത്തിൽ സമാധാനിപ്പിക്കാം അമ്മ. രേവതി ആണെങ്കിൽ ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക. രേവതി എന്നിട്ട് അടുക്കളയിൽ പോയി നിന്ന് ഓരോ ജോലികൾ ചെയ്യുമ്പോഴത്തേക്കും അച്ഛമ്മ കയറി ചെന്നിട്ട് മോൾ ഇതിവിടെ എന്തെടുക്കുക, ചടങ്ങ് തുടങ്ങാൻ സമയമായി, കഴിഞ്ഞത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും ചെയ്ത് കഴിഞ്ഞില്ല അച്ഛമ്മയെന്ന് രേവതി അന്നേരം പറഞ്ഞു. മോൾ ഒറ്റയ്ക്ക് ചെയ്തത് കൊണ്ടല്ലേ ഒന്നും കഴിയാത്തെ, ദേ അവളോടൊക്കെ ഒന്ന് സഹായിക്കാൻ പറയാൻ പറഞ്ഞു അച്ഛമ്മ. എല്ലാ ജോലിയും മോൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് അച്ഛമ്മ പറയുമ്പോൾ രേവതി ധൃതി പിടിച്ച ജോലിയാണ്. അപ്പോൾ മോളെ ദേ എല്ലാവരും ഒരുങ്ങിയല്ലോ, മോളെന്തോ ഒരുങ്ങാത്തേന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊന്ന് തീർന്നോട്ടെ അച്ഛമ്മേ, സച്ചി അവിടെ അവനെ കാണുന്നില്ലല്ലോ എന്ന് അച്ഛമ്മ വന്ന് രേവതിയോട് ചോദിക്കുമ്പോൾ രേവതിക്ക് അതിനേക്കാളും വിഷമം. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അച്ഛമ്മ ചോദിച്ചു. അപ്പോൾ അയ്യോ ഇല്ല, ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമില്ല അച്ഛമ്മേ, ഞങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടാവാനാണെന്ന് രേവതി ചോദിക്കുമ്പോൾ അല്ലല്ല എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായെന്ന് പറഞ്ഞു അച്ഛമ്മ. ഞാനിവിടെ വരുമ്പോൾ കാണുന്ന രേവതിയെയും സച്ചിയെയും അല്ല ഇന്ന് ഞാനിവിടെ കണ്ടതെന്ന് രേവതിയോട് പറ എന്താ പ്രശ്നം, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചപ്പോൾ ഒക്കെ ക്ഷീണം കാരണം അവൻ ഇങ്ങനെയെന്ന് എന്നോട് പറഞ്ഞത് കള്ളം പറഞ്ഞാണെന്ന് എനിക്കറിയാം. പറ മോളെ, എന്താ നിങ്ങൾക്കിടയിലെ പ്രശ്നം, പറ. അയ്യോ പ്രശ്നമൊന്നുമില്ല അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് തോന്നുന്നതാ, ഞങ്ങളിപ്പോൾ പണ്ടത്തെ പോലെ വഴക്കിടാറോ പിണങ്ങാറോ ഒന്നുമില്ല അച്ഛമ്മേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ രേവതി. ശരി, ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല, നീ ചെന്ന് നല്ല സാരിയൊക്കെ ഉടുത്ത് ഒന്ന് ഒരുങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അയ്യോ കുറച്ച് കഴിയട്ടെ, അടുക്കളയിൽ ജോലിയൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞു രേവതി ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ നിർബന്ധിച്ച് രേവതിയെ പറഞ്ഞു വിടുക നമ്മുടെ അച്ഛമ്മ, ബാക്കി ഞാൻ ചെയ്യാമെന്ന് വരെ പറഞ്ഞു. അപ്പോൾ അച്ഛമ്മയ്ക്ക് മനസ്സിലായി രേവതി പോയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇടയിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത്. അച്ഛമ്മ ഇങ്ങനെ എന്നിട്ട് അവിടെ ചിന്തിച്ചുകൊണ്ട് നിൽക്കും. അപ്പോഴും അച്ഛമ്മ വിചാരിക്കുന്ന ഇവർ തമ്മിൽ വഴക്കും വല്ലതും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണേ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പറഞ്ഞാൽ ശ്രുതിയും കൂടെ അവിടെ ഇരുന്ന് അച്ഛമ്മ നമ്മുടെ ഇതിൽ ഉറപ്പായിട്ടും വീഴും എന്നൊക്കെ പറഞ്ഞെങ്കിൽ പറയാം. അപ്പം ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുത്ത് അച്ഛമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു എന്നേ, പുറമേ പറയുന്നില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ അതേന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോഴും നമ്മുടെ രേവതി ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ശ്രുതി ഇത് കണ്ടു രേവതിയെ. എന്നിട്ട് പതുക്കെ ചെന്ന് ശ്രുതിയുടെ ചെവിയിൽ ഇവളെന്തിനാ അവനിങ്ങനെ ഏത് നേരം കിടന്ന് വിളിക്കുന്നത്, അവൻ എടുക്കാനൊന്നും പോകുന്നില്ല, എന്തായാലും അച്ഛമ്മയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് സച്ചി ഉണ്ടാവില്ല, അത് 100% ഉറപ്പാണെന്ന് പറഞ്ഞു. അത് അമ്മ അടുക്കളയിൽ കയറ്റിയിരിക്കുക, കണ്ടാലും മിക്കവാറും എന്നെ അടുക്കളയിൽ കയറ്റി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോയി. രേവതി അന്നേരം പുറത്ത് വന്നിങ്ങനെ നിൽക്കാം. നിന്നോട് ഒരുങ്ങാൻ പറഞ്ഞിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുകയാണെന്ന് ചോദിച്ചു അച്ഛമ്മ. ഞാനിപ്പോൾ ഒരുങ്ങിക്കോളാം അച്ഛമ്മ എന്ന് രേവതി. ശരിയെന്ന് പറഞ്ഞു. എന്നിട്ട് രേവതി നേരെ അങ്ങ് പോകും. അപ്പോഴത്തേക്കും ഞാനേ നേരത്തെ പറയാൻ മറന്നുപോയി, മോള് നിന്റെ ആഭരണങ്ങളൊക്കെ ഇടണം കേട്ടോ, ആളുകളൊക്കെ വരുന്നതല്ലേ എന്ന് അച്ഛമ്മ ഇങ്ങനെ ചോദിക്കോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ നേരെ രേവതി ഒന്ന് നോക്കി. ശ്രുതി അയ്യോ എന്ന് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുക അവിടെ. അപ്പോൾ ശ്രുതിയുടെ നേരെ ഇങ്ങനെ നമ്മുടെ രേവതി നോക്കിയപ്പോൾ നീ എന്തിനാ അവനെ നോക്കുന്നതെന്ന് ചോദിച്ചു. നിന്റെ ആഭരണങ്ങൾ ചന്ദ്രയുടെ കയ്യിലാണോ ഉള്ളത്, അവൾ നിനക്കത് തന്നില്ലേ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ തന്നിരുന്നു, അങ്ങനെ കൂടുതൽ ആൾക്കാരൊന്നും വരുന്നില്ലല്ലോ അച്ഛമ്മ, പുറത്തൊന്നും
പോകുന്നുമില്ലല്ലോ എന്ന് രേവതി. ഇവിടെ നടക്കുന്ന ഫംഗ്ഷൻ അല്ലേ, എന്തിനാ അച്ഛമ്മേ ആഭരണങ്ങളൊക്കെ വെറുതെ ഇടുന്നേ? അതൊന്നും വേണ്ട എന്ന് പറയുമ്പം അതെല്ലാം വേണം, നീ അതൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ മതി എന്ന് അച്ഛമ്മ നേരം പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അച്ഛമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ, ശ്രുതിയും വർഷം ഇട്ടില്ലെങ്കിലും മോൾ അതൊക്കെ ഇടണം കേട്ടോ എന്ന് പറയുക. മോൾക്ക് എന്താ ആഭരണങ്ങൾ ഇട്ടാൽ എന്താ കുഴപ്പമെന്ന് അച്ഛമ്മ ചോദിച്ചപ്പോൾ ശരി അച്ഛമ്മ ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞു. അങ്ങനെ രേവതി ഒരുങ്ങാൻ പോയി. ആ സമയത്ത് ചന്ദ്രമതി തെക്ക് വടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, പേടിച്ച് വിറച്ച്. ഇത് കേട്ടിട്ട് മകൻ ഓടി അമ്മയുടെ അടുത്തേക്ക് വരുക. അമ്മേ മൊത്തം പൊളിഞ്ഞമ്മേ, രേവതി ആഭരണങ്ങളൊക്കെ ഇട്ട് ഇപ്പോൾ വരും അമ്മേ, അത് സ്വർണ്ണമല്ല ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണെന്ന് അച്ഛമ്മയ്ക്ക് മനസ്സിലാവോ എന്നൊക്കെ ഇങ്ങനെ അമ്മയോട് മോൻ ചോദിക്കുമ്പോൾ അമ്മ തൂറിച്ച് നോക്കുക മോനെ, ദഹിപ്പിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണേ. അല്ല അത് സ്വർണ്ണമല്ല എന്ന് അച്ഛമ്മ തിരിച്ചറിയാനുള്ള സാധ്യത ഉണ്ട് അമ്മേ. അപ്പോൾ ഒന്ന് പോടാ അവിടെ നിന്നും പറഞ്ഞു, ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാതെ പോടാന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയാം. ആ സമയത്ത് അമ്മേ ദേ ഇനി അഥവാ പിടിക്കപ്പെട്ടാലേ രേവതിയുടെ സ്വർണ്ണം അമ്മ തിരുമറി നടത്തിയെന്ന് പറഞ്ഞാൽ മതിയെ, എൻ്റെ പേര് പറയണ്ടമ്മേ പ്ലീസ്. പോട്ടെ വീക്കിയം വെച്ചിറങ്ങോട്ടെ പൊന്നേന്നും പറഞ്ഞുകൊണ്ട് അമ്മ പറയുക. അയ്യോ അമ്മ പതുക്കെ പറ, ആരെങ്കിലും കേൾക്കും. എല്ലാത്തിനും കാരണം നീ ഒറ്റ ഒരുത്തനാ, എന്നിട്ട് കുറ്റം ഞാൻ ഏൽക്കണമെന്നല്ലേടാ, നീ കൊള്ളാലോ, അവൻ്റെ പേര് പറയാൻ പാടില്ലത്രേ. അമ്മേ എനിക്ക് ആലോചിച്ചിട്ട് ആകെ പേടിയാവും അമ്മയെന്ന് പറയുമ്പം അത് ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണെന്ന് അമ്മ തിരിച്ചറിയാനൊന്നും പോകുന്നില്ല. പേടി കാരണം നീയായിട്ട് അറിയിക്കാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞു. അന്നേരം പക്ഷേ അച്ഛമ്മ തിരിച്ചറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അമ്മേ? തിരിച്ചറിഞ്ഞാൽ നിന്നെ ഞാൻ തല്ലിക്കൊല്ലും, അതിനൊരു മാറ്റമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ പറയാം. അപ്പോൾ ചന്ദ്രമതി അത് പറയുന്നത് കേട്ടപ്പോഴത്തേക്കും ശ്രുതിക്ക് ഭയങ്കര വിഷമമായി. ശ്രുതി എന്നിട്ട് അവിടെ നിന്ന് പോയി. ചന്ദ്രമതി പേടിച്ച് വിറച്ചരണ്ട് അവിടെ ഇരിക്കുക. പിന്നെ രേവതി ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ തന്നെ എടുത്ത് ഇടണമല്ലോ, അതും അടിച്ചിങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ ഞാനിതിട്ടുകൊണ്ട് ചെല്ലുമ്പോൾ അച്ഛമ്മയ്ക്ക് മനസ്സിലാവുമോ എന്നുള്ള പേടിയാണ് രേവതിക്ക്. തിരിച്ചറിഞ്ഞാൽ അതോടെ എല്ലാം തീർന്നല്ലോ എന്നും പറഞ്ഞ് ഈ മാല എടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ബർത്ത്ഡേ സന്തോഷത്തോടെ ആഘോഷിക്കാൻ കഴിയില്ലല്ലോ, ഇതിപ്പോൾ പിടാതിരുന്നാലും പ്രശ്നമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ മനസ്സോടെ അത് ഇട്ടു. എന്നിട്ട് അവിടെ ഒരുങ്ങുക. ഈ സമയത്ത് അവിടെ നമ്മുടെ ശ്രീകാന്തും വർഷയും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ പുറകെ കൈയും കെട്ടി വന്ന് വായി നോക്കി നിൽക്കുക. അപ്പോൾ ജോലി ചെയ്യാൻ മടിയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഓരോന്ന് പറയണേ. അപ്പോൾ അച്ഛമ്മ അങ്ങോട്ടേക്ക് വന്ന് കഴിഞ്ഞില്ലെന്ന് ചോദിച്ചു. ഇതിപ്പോൾ കഴിയും അച്ഛമ്മയെന്ന് പറഞ്ഞു. അച്ഛമ്മ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഈ വരെ ഭയങ്കര സ്ലോ ആട്ടോ എന്ന് പറഞ്ഞു. ശ്രുതിയേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അന്നേരം വിളിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ഭാമ എനിക്കങ്ങോട്ട് വരാമോ എന്ന് ചോദിച്ചു വന്നു കേട്ടോ. സുഖമല്ലേ മോനെ എന്ന് ശ്രുതിയോട് ചോദിക്കുമ്പോൾ സുഖമായിട്ടിരിക്കുന്ന ആൻറ്റി എന്ന് പറഞ്ഞു. നീ ചന്ദ്രയുടെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല, നിനക്കൊരു കൃത്യനിഷ്ഠയില്ല കേട്ടോ എന്ന് ഭാമയോട് പറയുമ്പോൾ എൻ്റെ പൊന്നെ അച്ഛമ്മ അങ്ങനെ പറയല്ലേ, എന്തെല്ലാം കാര്യം മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഓടി വന്നതെന്ന് അറിയാവോ, അതും ചന്ദ്രയെ പേടിച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പം നീ എൻ്റെ പിറന്നാൾ കൂടാൻ വേണ്ടി വന്നതല്ലേ? അയ്യോ എൻ്റെ അച്ഛമ്മ ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞതല്ലേ, അതങ്ങ് കളയാൻ പറഞ്ഞു, ഞാൻ ചന്ദ്ര ഒന്ന് കണ്ടിട്ട് വരാവേ എന്നും പറഞ്ഞുകൊണ്ട് ഭാമ അവിടെ നിന്ന് കയറിപ്പോയി. അപ്പോഴേക്ക് രേവതി ഒരുങ്ങി ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോഴേക്ക് നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ രേവതി അന്തം വിട്ട് നോക്കുക കേട്ടോ. രേവതി ഇങ്ങനെ വന്ന് നിന്ന് കണ്ടപ്പോൾ മോളിങ് വാന്ന് പറഞ്ഞ് അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അച്ഛമ്മ ചെന്ന് ഇങ്ങനെ മാലയിലേക്ക് തന്നെ നോക്കപ്പോഴത്തേക്ക് ശ്രുതി വന്നു. ഇത് നോക്കുവാണ്. ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് വന്നപ്പോൾ ദേ മോള് കൂടുതൽ സുന്ദരിയായി കേട്ടോ എന്ന് രേവതിയോട് അച്ഛമ്മ പറഞ്ഞു. തിരിച്ചുകൊണ്ട് നിൽക്കുക നമ്മുടെ രേവതി. ശ്രുതി അവിടെ നിന്ന് എത്തി വലിഞ്ഞ് നോക്കുക. രേവതി ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ മാലയിലേക്ക് സൂക്ഷിച്ച് നോക്കുക നമ്മുടെ അച്ഛമ്മ. ശ്രദ്ധിച്ച് നോക്കിയപ്പോഴത്തേക്കും എന്താ അച്ഛമ്മ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു രേവതി. ചന്ദ്രയ്ക്ക് കൊടുത്തിരുന്ന ആഭരണങ്ങളെല്ലാം തിരിച്ച് തന്നിരുന്നല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതിയുടെ കൈയും കാലും വിറയ്ക്കുന്നു. തന്നിരുന്ന അച്ഛമ്മ എല്ലാം ഉണ്ടല്ലോ അച്ഛമ്മ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ അച്ഛമ്മ ചിരിച്ചു. ശ്രുതി ജീവനും കൊണ്ട് ഇറങ്ങി ഓടി. അല്ല അവളെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ചോദിച്ചതാ, അമ്മ എല്ലാം തന്നായിരുന്നു, ഞാൻ അച്ഛമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞു രേവതി നൈസായിട്ട് അവിടെ നിന്ന് പോയി. ഈ സമയത്ത് ശ്രുതി ടെൻഷൻ അടിച്ച് ഉമ്മറത്തോടെ നടക്കുമ്പോൾ ശ്രുതി വന്നു. എന്താ ഒരു ടെൻഷൻ പോലെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത്, എന്ത് പറ്റി ശ്രുതി എന്ന് ചോദിച്ചു. ടെൻഷനോ? എനിക്ക് ടെൻഷനൊന്നും ഇല്ലല്ലോ. ടെൻഷനുണ്ട്, അത് എന്തുകൊണ്ടാണെന്നൊക്കെ എനിക്ക് അറിയാവുന്ന ശ്രുതി പറയുമ്പോൾ എന്തറിയാവുന്ന? അല്ല അച്ഛമ്മയുടെ ഗിഫ്റ്റിനെ പറ്റി ആലോചിച്ചിട്ടല്ലേ എന്ന് ചോദിച്ചു. ശ്രുതി എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അച്ഛമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കരിമണി മാല വാങ്ങിച്ചിട്ടുണ്ട്, ഇതിനേക്കാളും വലിയ ഗിഫ്റ്റൊന്നും ആരും കൊടുക്കില്ലല്ലോ എന്ന് ശ്രുതി അന്നേരം പറയാം കേട്ടോ. അച്ഛമ്മയുടെ ഗിഫ്റ്റ് നമുക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞ് ശ്രുതിയും ദിവാസ്വപ്നം കണ്ട് അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.